ഓക്കെ, അപ്പോൾ ഇന്നത്തെ സംഗതി സൂപ്പറായിൽ വരുന്നത് മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കല കാലിഗ്രാഫിയെ കുറിച്ചിട്ടാണ്. കേരളത്തിൽ കാലിഗ്രാഫർ എന്ന പദവി ലഭിച്ച ഒരു വ്യക്തിയുണ്ട്. എന്നു നിന്റെ മൊയ്തീൻ സിനിമയുടെ തലക്കെട്ടുകൾ അടക്കം തയ്യാറാക്കിയ നാരായണ ഭട്ടതിരി. എന്താണ് കാലിഗ്രാഫി എന്ന് നാരായണ ഭട്ടതിരിയുടെ തന്നെ വാക്കുകളിലൂടെ അറിയാം. ഞാൻ നാരായണ ഭട്ടതിരി, മലയാളം കാലിഗ്രാഫറാണ്. കാലിഗ്രാഫി സംസ്കാരം മലയാളത്തിലില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രചാരത്തിന് വേണ്ടി കഴിഞ്ഞ 40-45 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത്. എൻ്റെ സ്വദേശം പന്തളമാണ്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ ജോലി ചെയ്ത് പഠിക്കുക എന്നൊരു രീതി ആയിരുന്നു. അപ്പോൾ ആ കാലത്ത് കലാകൗമുദിയിൽ വർക്ക് ചെയ്തിരുന്നു. കലാകൗമുദിയിൽ കാലിഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്തത്. ഈ കേരളത്തിൽ അതിനു മുമ്പും അതിനുശേഷവും കാലിഗ്രാഫർ എന്നുള്ള ഡെസിഗ്നേഷൻ കിട്ടിയ ആരെയും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. ഉർവശി അഭിനയിച്ച എൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഇപ്പം നിഴല്, എന്ന് നിന്റെ മൊയ്തീന്, ക്ലിൻ്റ്, തൂവാനത്തുമ്പികൾ, ലെനിൻ രാജേന്ദ്രൻ്റെ അന്യർ, ഇടവപ്പാതി, അങ്ങനെ കുറേ സിനിമകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ 50-ാം വർഷമായപ്പോൾ ഞാൻ DC-ക്ക് വേണ്ടിയിട്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് വേണ്ടിയിട്ട് ചിത്രങ്ങളൊന്നുമില്ലാതെ കാലിഗ്രാഫി കവറായിട്ടാണ് 4 ചെയ്തിട്ടുണ്ട്. MDയുടെ 2ാം ഊഴവും അതേപോലെ പ്രസിദ്ധമായ ഈ കലാകൗമുദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അക്കാലത്തെ പ്രശസ്തമായ എഴുത്തുകാരുടെ പറ്റി പത്മനാഭൻ്റെ, MB നാരായണപിള്ളയുടെ, മാധവിക്കുട്ടിയുടെ, MD വാസുദേവൻ നായരുടെ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ തുടങ്ങിയ എല്ലാ പ്രസിദ്ധരായ എഴുത്തുകാരുടെയും നോവലുകളുടെയും ചെറുകഥകളുടെയും ഒക്കെ തലക്കെട്ടുകൾ എഴുതാനുണ്ട്. ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എണീറ്റിരുന്ന് 2 മണിക്കൂർ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യും. അത് എത്ര തിരക്കുണ്ടെങ്കിലും അത് മുടക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടുന്ന് പുറത്ത് പോകുമ്പോഴായിരിക്കും പലപ്പോഴും മുടങ്ങാറുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളപ്പോഴെല്ലാം അത് ചെയ്യുന്നുണ്ട്. അപ്പം നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ സാധനം തോന്നി വരും. അതിനുവേണ്ടി ആലോചിക്കേണ്ടി വരുന്നില്ല. ഒരു പൂനെയിലൊരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ബോംബെ JJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീനായിരുന്ന സന്തോഷ് ക്ഷീർസാഗർ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് കേരളത്തിൽ കാലിഗ്രാഫി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിൽ കാലിഗ്രാഫി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു തെല്ലരിശത്തോടെ എന്നോട് ചോദിച്ചു, നിങ്ങൾ 100% സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്നവരല്ലേ, പിന്നെന്താണ് അക്ഷരം കൊണ്ടുള്ള ഈ കല അവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തതാണ്, 10 വർഷം കൊണ്ടെങ്കിലും കേരളത്തിൽ എല്ലാവരെയും കാലിഗ്രാഫി എന്ന വാക്കെങ്കിലും കേൾപ്പിക്കാനിടയാകും. എല്ലാവരെയും കാലിഗ്രാഫി പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ആ വാക്കെങ്കിലും കേൾക്കാൻ ഇട ഉണ്ടാക്കുക. അപ്പോൾ അതിന് അന്ന് തൊട്ട് തുടർന്ന് വരുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്.